പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനെ അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മനസ്സാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവനോട്, അവൻ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. മരണത്തിനപ്പുറം എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ടാകാറുണ്ട്. നാം എല്ലാവരും ഒരിക്കൽ മരിച്ചേ മതിയാകും, അതുകൊണ്ട് മരണത്തിന് ശേഷം എന്തു സംഭവിക്കുന്നു എന്ന് പലപ്പോഴും നാം ആകാംക്ഷയോടെ ചിന്തിക്കാറുണ്ട്, ആശ്ചര്യപ്പെടാറുണ്ട്. അതിനുള്ള ഒരു ഏകനാലും വിശ്വസിക്കയില്ല, കൂടി വിശ്രമിക്കുകയായിരിക്കും. രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ധനവാൻ പോയി അതേ യാതനാ സ്ഥലത്തേക്ക് പോയി അവിടെ ആയിരിക്കും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അന്ത്യന്യായവിധി നടക്കുന്ന സമയത്ത് മാത്രമേ അവർ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. എന്നാൽ കർത്താവായ യേശുവിലൂടെ രക്ഷിക്കപ്പെട്ടതായ വീണ്ടും ജന്മം പ്രാപിച്ചതായ ദൈവമക്കൾ അവർ മരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകും. കർത്താവിന്റെ മടങ്ങി വരവ് വരെയുള്ള കാലത്ത് അവിടെ കർത്താവിനോടൊപ്പം വിശ്രമിക്കുന്നതായിരിക്കും. എന്നാൽ കർത്താവിന്റെ മടങ്ങി വരവിന്റെ സമയത്ത് കാഹളനാദം ധ്വനിക്കും. അപ്പോൾ ഇവരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. സ്വർഗത്തിലായിരിക്കുന്ന ആത്മാക്കൾ ഇവരുടെ ഉള്ളിൽ പ്രവേശിക്കും. അങ്ങനെ ദേഹവും ദേഹിയും ആത്മാവും ഉള്ളവരായിട്ട് അവർ കർത്താവിനെ എതിരേക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. തുടർന്നുള്ള 7 വർഷം കർത്താവിനോടുകൂടി മധ്യാകാശത്തിലായിരിക്കും. അതിനുശേഷമുള്ള 1000 വർഷം അവർ ഈ ഭൂമിയിൽ ഭരണം നടത്തുന്നതാണ്. 1000 വർഷത്തിന് ശേഷം ഭൂമി കത്തിയെഴുകയും പുതിയ ഒരു ആകാശവും പുതിയ ഭൂമിയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. വെള്ളസിംഹാസനത്തിന് മുമ്പിൽ സകല പാപികളെയും പാപം ചെയ്ത ദൂതന്മാരെയും വിധിക്കാനായി കർത്താവ് വരുമ്പോൾ അവിടെ ഈ വിശുദ്ധന്മാരും ന്യായവിധി നടത്താനായിട്ട് വന്നു ചേരുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം ഈ ലോകത്തെ വിധിക്കുമെന്നറിയുന്നില്ലയോ, നാം ദൂതന്മാരെ വിധിക്കുമെന്നറിയുന്നില്ലയോ എന്നൊക്കെ. അങ്ങനെ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ താൽക്കാലികമായി കർത്താവിനോടുകൂടി ആയിരിക്കുകയും കർത്താവിന്റെ മടങ്ങി വരുമെങ്കിൽ അവരുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. പിന്നീട് നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാക്കൾ താൽക്കാലികമായി യാതനാ സ്ഥലത്തായിരിക്കും. അന്ത്യന്യായവിധി ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്ന് ന്യായവിധി പ്രാപിച്ച് നിത്യ നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. ധനവാന്റെ ലാസറിന്റെ കഥയിലെ ധനവാനും അതിനു മുൻപ് മരിച്ചവരും അതിനുശേഷം മരിച്ചവരും ഒക്കെയും അന്ത്യന്യായവിധിയുടെ സമയത്തായിരിക്കും ഉയർത്തെഴുന്നേൽക്കുക. വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ അവരെ ന്യായം വിധിക്കാനായിട്ട് കർത്താവിരിക്കുമ്പോൾ കർത്താവിനോടൊപ്പം ഇരുന്നു കൊണ്ട് ഈ ധനവാനെ നമുക്കും കാണുവാൻ കഴിയും എന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത്. ഈ കഥയിലൂടെ കർത്താവ് എന്താണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്? ആ കാലത്തെ പലർക്കും ഒരു ധാരണയുണ്ടായിരുന്നു, ഭൂമിയിൽ ആർക്കെങ്കിലും പണമുണ്ടായാൽ, ഐശ്വര്യമുണ്ടായാൽ, നല്ല ആരോഗ്യമുണ്ടായാൽ അതൊക്കെയും ദൈവാനുഗ്രഹം പ്രാപിച്ചു എന്നതിന് തെളിവാണ്. അവർ അബ്രഹാമിന്റെ സന്തതിയായതുകൊണ്ട് ദൈവം അതൊക്കെയും കൊടുത്തതാണ് എന്ന്. അതുപോലെ ആർക്കെങ്കിലും തീരാവ്യാധികളുണ്ടെങ്കിൽ, മാറാവ്യാധികളുണ്ടെങ്കിൽ, പട്ടിണിയുണ്ടെങ്കിൽ, ദുഃഖമുണ്ടെങ്കിൽ അതൊക്കെയും ദൈവം അവർക്ക് കൊടുത്ത ശാപമാണ്, അവർ നരകത്തിൽ പോകാനുള്ളവരാണ് എന്നും ചിലർക്ക് ധാരണയുണ്ടായിരുന്നു. ആ ധാരണ തിരുത്താനാണ് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനമെന്ന്. ഒരു മനുഷ്യൻ സകല ലോകവും നേടി സകല സൗഭാഗ്യങ്ങളും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നതിനോ ലാഭമാക്കുന്നതിനോ ഒന്നും ഇത് കാരണമാകുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുപോലെ ഒരു മനുഷ്യൻ ദരിദ്രനായിരിക്കുന്നതോ മാറാവ്യാധിയുള്ളവനായിരിക്കുന്നതോ ആരും അറയ്ക്കുന്ന രൂപത്തിലുള്ളവരായി കിടക്കുന്നതോ ശാപത്തിൽ ലക്ഷണമായേ മതിയാകൂ എന്നില്ല എന്നും കർത്താവ് ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കഥ ഈ 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രസക്തമാണ്. കാരണം ഞാൻ ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ യഹൂദന്മാർക്കുണ്ടായിരുന്ന അതേ ചിന്തയാണ് ഇന്നത്തെ ഭൂരിപക്ഷം വിശ്വാസികൾക്കുമുള്ളത്, വിശേഷിച്ച് പ്രോസ്പെരിറ്റി തിയോളജിക്കാർക്കുള്ളത്. അവർ പറയുന്നതനുസരിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ചാൽ തീർച്ചയായും പണമുണ്ടാകും, മാറാവ്യാധികൾ ഉണ്ടാകുകയില്ല, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടാകും. ആർക്കെങ്കിലും രോഗമുണ്ടാകുന്നെങ്കിൽ അത് മാറാരോഗമായി നിലനിൽക്കുന്നെങ്കിൽ, വിട്ടുമാറാത്ത ദാരിദ്ര്യം ഉണ്ടാകുന്നെങ്കിൽ, കർഷണയുണ്ടാകുന്നെങ്കിൽ, എല്ലാവരാലും വെറുക്കപ്പെടുന്ന രൂപത്തിൽ ഒരു ശാപഗ്രസ്തനെ പോലെ കിടക്കുന്നു എങ്കിൽ അത് ദൈവാനുഗ്രഹം പ്രാപിച്ചില്ല എന്നതിന്റെ തെളിവാണ് എന്നവർ പറയുന്നു. മാത്രമല്ല അതിന് ദൈവവചനത്തിൽ ആധാരം കണ്ടെത്തുവാനായി ചില വാക്യങ്ങളും അവർ എടുക്കാറുണ്ട്. അവർ പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ലഭിക്കും എന്ന് ദൈവവചനത്തിൽ പറയുന്നു. അബ്രഹാമിന് ദൈവം ഭൂമിയിലെ എല്ലാ ഭൗതിക നന്മകളും കൊടുത്തിരുന്നു. അത് ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ അബ്രഹാമിന് കൊടുത്ത ആ ഭൗമിക അനുഗ്രഹങ്ങളെല്ലാം
എല്ലാ ക്രിസ്ത്യാനിക്ക് ലഭിക്കുമെന്നാണ് അവരുടെ പഠിപ്പിക്കൽ. പക്ഷേ അവരൊരു കാര്യം മറന്നു പോകുന്നു. എല്ലാവിധ ഭൗതിക അനുഗ്രഹങ്ങളും പ്രാപിച്ചവനായി അബ്രഹാമും അവന്റെ സന്തതിയായ ഇസ്ഹാക്കും യാക്കോബും ഒക്കെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഈ ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ അന്വേഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല. അബ്രഹാമിലൂടെ സകല അനുഗ്രഹങ്ങളും പ്രാപിച്ചതായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കാൻ ഒരു സ്ഥലം പോലും ലഭിക്കാതെ പോയവനാണ്. പരമദരിദ്രനായി ജീവിച്ചവനാണ്. നികുതി കൊടുക്കാൻ പോലും പണമില്ലാത്തവനായിരുന്നു. അങ്ങനെ ദാരിദ്ര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായി അവസാനം തലയായിക്കാൻ കുരിശ് മാത്രമുള്ളവനായി അവസാനിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവര് പറയുന്നത് പോലെ വലിയ പണക്കാരനായവനല്ല. ഇനി കർത്താവിന്റെ കാര്യവും വിട്ടുകളഞ്ഞ് ചിന്തിച്ചാലും കർത്താവിന്റെ ശിഷ്യന്മാരാരും തന്നെ കർത്താവിനെ പിൻപറ്റിയതിന്റെ പേരിൽ ഒന്നും നേടിയിട്ടില്ല. 12 അപ്പോസ്തലന്മാർ തങ്ങൾക്കുള്ളതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ വന്നു എന്നല്ലാതെ പിന്നീട് അവർ കോടീശ്വരന്മാരായി എന്ന് ഒരിടത്തും നാം കാണുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് സാധാരണക്കാരെ പോലെ ജീവിച്ചതല്ലാതെ ഒന്നും അവർ നേടിയതായി കാണുന്നില്ല. അപ്പോസ്തലന്മാർ മാത്രമല്ല, പൗലോസും പിന്നീടുള്ള സാധാരണക്കാരായ വിശ്വാസികളും കർത്താവിനെ കണ്ടെത്തിയതിന്റെ പേരിൽ മാത്രം അനുഗ്രഹം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് ഭൗതിക ഉയർച്ച പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് ദൈവജനത്തിൽ ആധാരമില്ലാത്ത കാര്യമാണ്. ഫിലോമോനെ പോലുള്ളവർ പണക്കാരായിരുന്നു. അത് കർത്താവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് അവർ പണക്കാരായിരുന്നു, പിന്നീടും പണക്കാർ തന്നെ. കർത്താവിനെ കണ്ടെത്തിയപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ പണക്കാരനായ ഒരു വ്യക്തിയെ കുറിച്ച് പോലും പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതല്ല. കർത്താവിനെ കണ്ടെത്തിയ വ്യക്തിക്ക് പണം ഉണ്ടായെന്ന് വരാം, ഉണ്ടാകാതിരുന്നെന്ന് വരാം. രോഗമുണ്ടായെന്ന് വരാം, രോഗം മാറിയെന്ന് വരാം. രോഗം മാറുന്നതോ മാറാതിരിക്കുന്നതോ, കഷ്ടതയുണ്ടാകുന്നതോ ഉണ്ടാകാതിരിക്കുന്നതോ, പണം ഉണ്ടാകുന്നതോ ഉണ്ടാകാതിരിക്കുന്നതോ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നതോ ഉണ്ടാകാതിരിക്കുന്നതോ ഒന്നും തന്നെ ആത്മീയതയുടെയോ ആത്മീയ രാഹിത്യത്തിന്റെയോ അളവുപോലല്ല. കർത്താവായ യേശു ക്രിസ്തു സാധിക്കാൻ വന്നത് ഐഹികമായ ഒരു രാജ്യമല്ല. ഒരിക്കലും ഭൗതികമായ ഒരു അളവിൽ അധികം തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടേണ്ട. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാം, അതോടെ നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. തിന്നാനുള്ളത്, കുടിക്കാനുള്ളത്, ധരിക്കാൻ വസ്ത്രത്തിന് ആവശ്യമായത് അതൊക്കെ കിട്ടുമെന്നേ പറഞ്ഞുള്ളൂ. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ എന്നും കർത്താവ് വ്യക്തമായി എടുത്ത് പറയുന്നുണ്ട്. എന്ത് തിന്നും എന്തുടുക്കുമെന്ന് വിചാരപ്പെടാതിരിക്കുക, അതൊക്കെ കർത്താവ് തരും, ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തും എന്നു മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കാൻ കർത്താവ് പറയുമ്പോൾ പ്രോസ്പെരിറ്റിക്കാർ പറയുന്നു, നീ നല്ല കാറിന് വേണ്ടി പ്രാർത്ഥിക്കുക, കാറിന് നിറം പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഏത് കമ്പനി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക, വീടിന്റെ പണം വരച്ചു വെച്ചിരുന്ന് പ്രാർത്ഥിക്കുക, പ്ലെയിൻ കിട്ടാൻ പ്രാർത്ഥിക്കുക, ഹെലികോപ്റ്റർ കിട്ടാൻ പ്രാർത്ഥിക്കുക, അമേരിക്കയും ഗൾഫും സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് പ്രോസ്പെരിറ്റിക്കാർ പറയുന്നത്. അബ്രഹാം, ഇസ്ഹാക്ക് തുടങ്ങിയവരൊക്കെയും ഭൂമിയിലുള്ളതല്ല സ്വർഗീയമായത് കാക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം താനും അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല എന്ന് എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ ഇവർ പറയുന്നു, നിങ്ങൾ ഭൂമിയിലുള്ളത് അന്വേഷിപ്പീൻ, വലിയ വീടിന് വേണ്ടി, ഹെലികോപ്റ്ററിന് വേണ്ടി, വിമാനത്തിനു വേണ്ടി, ഉയർന്ന ശമ്പളത്തിലുള്ള ജോലിക്ക് വേണ്ടി, നിറഞ്ഞ പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അത് നിങ്ങൾക്ക് കർത്താവ് വരുമെന്ന്. ഇവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. ധനവാന്റെയും ലാസറിന്റെയും കഥ പറഞ്ഞ നസ്രയനായ യേശുവിനെ അല്ല പ്രോസ്പെരിറ്റിക്കാർ പ്രസംഗിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ചതിക്കപ്പെടരുത്. നമ്മുടെ കർത്താവ് തീർച്ചയായും നല്ലവനാണ്. അവൻ നമുക്ക് വേണ്ടി നന്മകൾ കരുതുന്നവനാണ്. പക്ഷേ നന്മയ്ക്ക് നാം കൊടുക്കുന്ന വ്യാഖ്യാനമല്ല കർത്താവ് കൊടുക്കുന്നത്. ധനവാൻ ഈ ലോകത്തിലെല്ലാം പ്രാപിച്ചെങ്കിലും കർത്താവ് ഉദ്ദേശിച്ച നന്മ അവനില്ലായിരുന്നു, അവൻ തിന്മയാണ് പ്രാപിച്ചത്. അത് അന്ത്യത്തിൽ നാം കാണുന്നു. ലാസർ ഈ ലോകത്തിൽ നമ്മുടെ നോട്ടത്തിൽ തിന്മയാണ് പ്രാപിച്ചത്, എന്നാൽ അവന് ദൈവം നന്മയാണ് കൊടുത്തതെന്ന് പിന്നത്തേതിൽ തെളിയുകയുണ്ടായി. അതുകൊണ്ട് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്ന, കർത്താവ് നൽകുന്ന നന്മ വേണമോ, ഈ ലോകക്കാർ പറയുന്ന, പ്രോസ്പെരിറ്റിക്കാർ പറയുന്ന നന്മ വേണമോ? രണ്ടിൽ ഏത് വേണമെന്ന് നാം തിരഞ്ഞെടുത്തുകൊള്ളുക. ഇത്രയും പറഞ്ഞപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടെ തിരുത്തിക്കൊണ്ട് ഞാൻ എന്റെ വചനങ്ങളെ ചുരുക്കട്ടെ.